എല്ലാം നമ്മൾ ദേവാലയത്തിലേക്ക് പോകണം. അത് മോശമാണെന്ന് ചിന്തിക്കരുത് സഹോദരങ്ങളെ. ഒരുപക്ഷെ നമുക്ക് അവിടെയുള്ള പല കാര്യങ്ങളോട് വിയോജിപ്പുണ്ടായിരിക്കാം. അവിടെ ഇരിക്കുന്ന അച്ഛനെ കുറിച്ച് നമുക്ക് മതിപ്പില്ല, അല്ലെങ്കിൽ തിരുസഭാധികാരികളോട് നമുക്ക് യോജിപ്പില്ല, അവരെ കുറിച്ച് പല നെഗറ്റീവ് കാര്യങ്ങൾ നമുക്കറിയാം, അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ദേവാലയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ വേദന അച്ഛന് മനസ്സിലാവും. അങ്ങനെയുള്ള നിരവധി പേരുടെ വേദന അച്ഛൻ കണ്ടിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ മുറിവേറ്റും മനസ്സിൽ വേദനിച്ചും ഒരുപക്ഷെ നാം ദേവാലയത്തിലുള്ള കാര്യങ്ങൾ നകന്നിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ അവിടെയുള്ള ഓരോരുത്തരും നമ്മളെ തടസ്സപ്പെടുത്തുന്നവരായിരിക്കാം. ഈശോ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, ലൂക്കായുടെ സുവിശേഷം 11:52 അല്ലയോ നിയമജ്ഞരെ ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിജ്ഞാനത്തിന് താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളോ അകത്ത് പ്രവേശിക്കുന്നില്ല, അകത്ത് പ്രവേശിക്കാൻ വരുന്നവരെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ ആയിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ചിലർക്കുള്ള അനുഭവങ്ങൾ. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും നമ്മൾ ദേവാലയത്തിലേക്ക് പോകാതിരിക്കാൻ തടസ്സമല്ല. ചില വ്യക്തികളുമായോ ചില അധികാരികളുമായോ അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കങ്ങളോ അകൽച്ചകളോ ഉണ്ടാകാം. ഇത് ലോകമാണ്, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ദേവാലയവുമായുള്ള ബന്ധത്തിൽ ബാധിക്കരുത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ നാം ചെയ്യേണ്ടത് എന്താണ്? അവർ മോശയുടെ സിംഹാസനിരിക്കുന്നവർ, കാര്യം വീഴ്ചകൾ കുറവുള്ളവരാണെങ്കിലും കൽപ്പന പ്രകാരമുള്ള വിഹിതങ്ങളെല്ലാം അവർക്ക് കൊടുക്കുക. നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൽ ദേവാലയത്തിൽ നമ്മുടെ ഹൃദയം, ദേവാലയ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം ഉത്സുകമാക്കുക. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു മാത്രമല്ല ശ്ലീഹന്മാരും ഈ ഒരു കാര്യത്തിൽ നിഷ്ഠ പുലർത്തിയിരുന്നത് കൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 3:1 പത്രോസും യോഹന്നാനും പതിവനുസരിച്ച് യാമപ്രാർത്ഥനകൾക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്ന രംഗം നമ്മൾ കാണുന്നത്. ഈശോയുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17:11 മുതൽ ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. യേശു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ്. അപ്പോൾ 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് യേശുവിനെ കണ്ടു. അവർ യേശുവിന്റെ അടുത്ത് വന്ന് നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ, കരുണ തോന്നണേ, സുഖപ്പെടുത്തണേ, നിലവിളിച്ചു. യേശു അവരെ സുഖപ്പെടുത്തി. എന്നിട്ട് യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ദേവാലയത്തിലേക്ക് ചെന്ന് പുരോഹിതന്മാരെ കാണിക്കുക. പോകുന്ന വഴി ഈ 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ച വിവരം അറിഞ്ഞപ്പോൾ അതിൽ വിജാതീയനായ ഒരു കുഷ്ഠരോഗി, അവൻ താൻ സൗഖ്യപ്പെട്ടുവെന്നും തൻ്റെ രോഗം വിട്ടുപോയെന്നും അവൻ തിരിച്ചറിഞ്ഞു. അവൻ വലിയ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഓടി വന്ന്, യേശുവേ, എൻ്റെ രോഗം മാറി, യേശുവിന് നന്ദി പറയുക. ആ സമയത്ത് യേശു പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വിശുദ്ധ ദിവസത്തിലും ഇതുപോലെ എന്നെയും നിങ്ങളെ നോക്കി കർത്താവ് വേദനിക്കുന്നുണ്ടാവും. അവിടുന്ന് എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ദേശത്തേക്ക് ചൊരിഞ്ഞത്, എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകിയത്. വ്യക്തിപരമായി ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ ദൈവം എനിക്ക് എത്രയോ ബ്ലെസ്സിങ്സ് തന്നു, എത്രയോ അനുഗ്രഹങ്ങൾ തന്നു, എത്രയോ അപകടങ്ങൾ രക്ഷിച്ചു, എത്രയോ കാര്യങ്ങൾ കൂടെ ഒന്ന് സഹായിച്ചു. അതിനെല്ലാം നന്ദി പറയാൻ വേണ്ടി അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 10 പേര് കുഷ്ഠൻ സുഖപ്പെട്ട 10 പേര് ഒരുമിച്ച് വന്ന് യേശുവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞ് എങ്ങനെ സന്തോഷമുണ്ട്, അതേമാതിരി നാം എല്ലാവരും, ഒരു പ്രദേശത്ത് വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന് നന്ദി പറയുന്ന കർമ്മങ്ങളാണ് ദേവാലയത്തിൽ വിശുദ്ധ ദിവസത്തിൽ നടക്കുന്ന കർമ്മങ്ങൾ. ദേവാലയ കർമ്മങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന് ആരാധനകളും ദൈവത്തിന് സ്തോത്രങ്ങളും ദൈവത്തിന് സ്തുതിപ്പുകളും മഹത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, ബലിയർപ്പണങ്ങൾ. അത് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കായി ദൈവം ചൊരിഞ്ഞ കാര്യങ്ങൾക്ക് നന്ദി പറയാതെ വീട്ടിൽ കൂനിക്കൂടി ഇരിക്കാൻ സാത്താൻ നമ്മളെ നിർബന്ധിക്കും. നമ്മൾ പറയണം, ഇല്ല, ഞാൻ ദേവാലയത്തിലേക്ക് പോകും, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, ഞാൻ ദൈവത്തിന് നന്ദി പറയും, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. നാം വീട് വിട്ടിറങ്ങി ദൈവം എനിക്കായി നിശ്ചയിച്ച സ്ഥലത്ത് ചെന്ന്, ആ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ സമൂഹത്തോട് ചേർന്ന് ഒരുമിച്ച് മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമൂഹമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം തന്ന നന്മകൾക്കായി നന്ദി പറയുന്ന സ്ഥലമാണ് ദേവാലയവും ദേവാലയത്തിലെ വിശുദ്ധ കർമ്മങ്ങളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ആളുകൾ ചില ഇടവകളിലും ധ്യാനത്തിന് ചെല്ലുമ്പോൾ പല ആളുകളും, അത് ചീത്തക്കാരോ മോശക്കാരോ അല്ല,
നല്ല സത്യസന്ധതയുള്ളവർ, വിശുദ്ധിയുള്ളവർ, നല്ല ആദർശമുള്ളവർ. അവർ പറഞ്ഞിങ്ങനെ, അച്ഛാ ഞങ്ങൾ കൈക്കൂലി വാങ്ങാറില്ല, അച്ഛാ ഞങ്ങൾ കള്ളത്തരം കാണിക്കാറില്ല, അതിർത്തി കല്ല് മാറ്റിയിടാറില്ല, ഞങ്ങൾ യാതൊരു പോക്കിരിത്തരത്തിന് പോകാറില്ല അച്ഛാ, പക്ഷെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നില്ല, പക്ഷെ ഹൃദയത്തിൽ ദൈവം ഉണ്ട് അച്ഛാ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? ഇവിടുത്തെ ദൈവം തന്നെയല്ലേ പള്ളിയിലിരിക്കുന്നതും? പിന്നെ എന്തിനാ അച്ഛാ പള്ളിയിൽ പോണത്? പള്ളിയിൽ അവിടെയൊക്കെ എന്താ അച്ഛാ നടക്കണത്? കാര്യം ശരിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഒന്നും ഒരു ബുദ്ധിയില്ലാതെ ദൈവം നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമോ? നമ്മളെക്കാൾ ഇത്തിരിയും കൂടി ബുദ്ധി ദൈവത്തിനുണ്ടെന്ന് നമ്മൾ വിചാരിക്കണ്ടേ? അനന്തജ്ഞാനിയായ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, മകനെ മകളെ നീ ദേവാലയത്തിലേക്ക് പോകണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനെക്കുറിച്ച് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിന്റെ ഒരു ഉപദേശം നൽകപ്പെട്ടിട്ടുണ്ട്. 2179 ഖണ്ഡികയിലാണ് നാം അത് വായിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്: നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ അത് വലിയ സമൂഹമുള്ള ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല. അവിടെ ഏക മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് ആർപ്പ് വിളികൾ ഉയരുന്നു. അവിടെ മറ്റു ചിലത് കൂടിയുണ്ട്: മനസ്സുകളുടെ ഐക്യവും ഹൃദയത്തിന്റെ ചേർച്ചയും സ്നേഹത്തിന്റെ ബന്ധവും, എല്ലാറ്റിലും ഉപരി വൈദികരുടെ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല നമ്മൾ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടെ നമ്മുടെ പ്രാർത്ഥനയുണ്ട്, സമൂഹത്തിന്റെ പ്രാർത്ഥനയുണ്ട്, സഭയുടെ പ്രാർത്ഥനയുണ്ട്, വിശുദ്ധരുടെ പ്രാർത്ഥനകളുണ്ട്. കൂടെ വൈദികരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനകളും സുവിശേഷ ശുശ്രൂഷകരുടെയും മിഷണറിമാരുടെ പ്രാർത്ഥനകളും അതിനോടുകൂടെ ചേരുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 അതുകൊണ്ട് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് പ്രത്യേക വിധം വിലയുള്ള കാര്യം തന്നെ. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ ഒരു കാര്യം കർത്താവ് നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ 30-ാമത്തെ തിരുലിഖിതം. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവീൻ. നമ്മുടെ കുടുംബത്തിലേക്ക് ദോഷം വരാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾ അനർത്ഥം വരാതിരിക്കാൻ, മാരകവ്യാധികൾ വഴി അകാല മരണങ്ങളും മൂപ്പത്താത്ത മരണങ്ങളും തകർച്ചകളും ദുരന്തങ്ങളും കുടുംബത്തിൽ വന്ന് കുടുംബം കണ്ണുനീരിൽ പൂണ്ട് കണ്ണുനീരിൽ തകർന്നു പോകാതിരിക്കാൻ ദൈവം വിശുദ്ധരെന്ന് പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവീൻ. കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കണം. ദേവാലയത്തെയും ദേവാലയ പരിസരങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഓരോ ദൈവ പൈതലും, ചെറിയ കുട്ടികളാകട്ടെ, യുവതി യുവാക്കന്മാരാകട്ടെ, മുതിർന്നവർ ആരുമാകട്ടെ, ഓരോ ദൈവ പൈതലും അവരുടെ പ്രായത്തിനനുസരിച്ച വിധത്തിൽ, അവരുടെ ജീവിതാന്തസ്സിനനുസരിച്ച വിധത്തിൽ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കണം. എങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കേണ്ടത്? അതിലൊന്നാമത്തെ രീതി ദേവാലയത്തിലേക്ക് ചെന്നുകൊണ്ട് തന്നെ. ദേവാലയത്തിൽ ഞാനും നിങ്ങളും പങ്കെടുക്കേണ്ട ഒരു വിശുദ്ധ കർമ്മം നടക്കുമ്പോൾ ഞാനും നിങ്ങളും ദേവാലയത്തിൽ പോകാതെ സ്വന്തം വീട്ടിലിരുന്നാൽ ആ വിശുദ്ധ സ്ഥലത്തെ അപമാനിക്കുകയാണ്. ആ വിശുദ്ധ സ്ഥലത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദേവാലയത്തിൽ ചെന്നാൽ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം? അതിനെക്കുറിച്ച് സഭയുടെ പ്രബോധന ഗ്രന്ഥത്തിൽ 2178-ാം ഖണ്ഡികയിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്: നേരത്തെ ദേവാലയത്തിലേക്ക് വരിക. ഓടിപ്പിടിച്ച് കൃത്യസമയം ഓടിപ്പിടിച്ചല്ലരുത്. വണ്ടിയുള്ളവർ, വാഹനമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ട് കാലത്ത് നടന്നു പോരുന്നൊരു കാലമുണ്ട്. അന്ന് 9 മണിക്കാണ് കുർബാനയെങ്കിൽ, 8 മണിക്കാണ് കുർബാനയെങ്കിൽ 7:30 നമ്മൾ പള്ളിയിലെത്തി കൈയും കാലും കഴുകി പള്ളിക്കുള്ളിൽ കയറിയിരുന്നു കുറേ നേരം പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് വണ്ടിയായി, റോഡായി, വാഹനമായി, സൗകര്യമായി, മൊബൈൽ ഫോണായി, എല്ലാം തികഞ്ഞു കഴിഞ്ഞപ്പോൾ 8 മണിയാണ് കുർബാനയെങ്കിൽ കൃത്യം 8 മണിക്ക് വന്ന് ഇറങ്ങി പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുക. ആ രീതി നന്നല്ല സഹോദരങ്ങളെ, നന്നല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി സഭ പഠിപ്പിക്കുകയാണ്: നേരത്തെ ദേവാലയത്തിലേക്ക് വരിക, കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക. കുമ്പസാരിക്കാനോ അനുദപിച്ച് പ്രാർത്ഥിക്കാനോ ഉള്ള സമയമാണത്. നന്നായിട്ട് ദൈവത്തോട് അനുരഞ്ജനപ്പെടുക. കുറേ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റികൾ വന്നിട്ടുണ്ട്. ദൈവത്തോട് പറയണം: ദൈവമേ തെറ്റിപ്പോയി, കുറേ കുറ്റങ്ങളുണ്ട്, എല്ലാം പൊറുക്കണമെന്ന് പറഞ്ഞ് അനുദപിച്ച് അന്ന് ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥനകൾ വഴി പ്രായശ്ചിത്തം ചെയ്യുക. ഓരോ കുടുംബനാഥനും കുടുംബനാഥയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്.
പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ജോബിന്റെ പുസ്തകത്തിൽ രംഗമുണ്ട്. ജോബ് തൻ്റെ പുത്രന്മാർ ഒരുമിച്ച് കൂടി പോയി കഴിഞ്ഞാൽ അവർ അറിഞ്ഞോ അറിയാതെ വല്ല തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകാൻ വേണ്ടി ദഹനബലികൾ അർപ്പിച്ച് പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇതുപോലെ വിശുദ്ധ ദിവസങ്ങളിൽ ഓരോ കുടുംബനാഥയും ഓരോ വികാരിയച്ഛനും ഓരോ സിസ്റ്റർമാരും തങ്ങളുടെ ജീവിതാന്തത്തിനനുസരിച്ച വിധം തങ്ങളുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി പരിഹാരങ്ങളും പ്രാശ്ചിത്തങ്ങളും പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും ദൈവസന്നിധിയിലേക്ക് അന്ന് സമർപ്പിക്കണം. കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കുമ്പസാരിപ്പിക്കുന്ന ഓരോ അച്ഛന്മാരും തങ്ങൾ ഏതെല്ലാം അനുതാപികളെ കുമ്പസാരിപ്പിച്ചിട്ടുണ്ടോ ആ അനുതാപികൾക്ക് വേണ്ടി പിന്നീട് പോയിരുന്ന് പ്രാശ്ചിത്തം ചെയ്യണം. അതുപോലെ ഓരോ കുടുംബനാഥനും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ദേവാലയത്തിലേക്ക് ചെന്ന് കുറെ സമയമെടുത്ത് പ്രാർത്ഥനകളും പ്രാശ്ചിത്തങ്ങളും പരിഹാരങ്ങളും ചെയ്ത് ദൈവസന്നിധിയിൽ വംശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക, പ്രാർത്ഥനകൾ വഴി പ്രാശ്ചിത്തങ്ങളെല്ലാം പൂർത്തിയാക്കുക, വിശുദ്ധവും ദൈവികവുമായ ആരാധനയിൽ സന്നിഹിതരാവുക. പള്ളിയിൽ ചെന്നിട്ട് ഏതെങ്കിലും തെങ്ങിൻ്റെ ചുവടിലോ മാവിൻ്റെ ചുവടിലോ നിന്നാൽ പോരാ. സിസ്റ്റർ വലിച്ച് വർത്തമാനം പറഞ്ഞ് കൂട്ടും കൂടി ആ പുറത്തെ മാടിലിരുന്നാൽ പോരാ, ആ തിണ്ടിലിരുന്നാൽ പോരാ, ആ മരത്തിന് ചുവട്ടിൽ ഇരുന്നാൽ പോരാ, ആ ഗേറ്റിങ് നിന്നാൽ പോരാ, കാറിൽ ഇരുന്നാൽ പോരാ. എന്തു ചെയ്യണം? അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ദേവാലയത്തിനുള്ളിൽ ചെന്ന് നല്ല വിധത്തിൽ ദൈവാരാധനയിൽ പങ്കുചേരണം. ആ പ്രാർത്ഥനാ പുസ്തകങ്ങൾ എടുക്കണം, പ്രാർത്ഥിക്കണം, സ്വരമുയർത്തണം, പാടണം, ദൈവത്തെ സ്തുതിക്കണം. വെറുതെ കയ്യും കെട്ടി നിൽക്കുന്നത് ശരിയല്ല സഹോദരങ്ങളെ. ഇതൊന്നും നമുക്ക് നന്നല്ല സഹോദരങ്ങളെ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ വീട്ടിൽ നിന്ന് അമ്മയെ കൊണ്ടുവന്ന് പള്ളിയിൽ ഇറക്കിയിട്ട് കാറുമായിട്ട് തിരിച്ചു പോകുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളെ അപ്പനും അമ്മേനും കൊടുന്നിട്ട് ആ കാറിൽ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും നന്നല്ല സഹോദരങ്ങളെ, നന്നല്ല. നമ്മൾ കുടുംബം മുഴുവനും ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ പങ്കുചേരണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കൈയും കാലും തന്നവൻ, ഈ കാറ് തന്നവൻ, ഈ ആരോഗ്യം തന്നവൻ, ഈ ബുദ്ധി തന്നവൻ, ഈ കാഴ്ചശക്തി തന്നവൻ ഇതൊന്നും കാണുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നന്നല്ല. നാം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നല്ല ഉത്സാഹത്തോടെ പങ്കുചേരണം. വീണ്ടും നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവികമായ ആരാധനയിൽ പങ്കുചേരുക, നിന്റെ പ്രാർത്ഥനകൾ നീ പൂർത്തിയാക്കുക, സമൂഹത്തെ പിരിച്ചു വിടുന്നത് വരെ പുറത്തു പോകാതിരിക്കുക. ചില ആളുകളെ സാത്താൻ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു പകുതിയായി കഴിയുമ്പോൾ തൊട്ട് പുറത്തേക്ക് പോകണം തോന്നുക, അല്ലെങ്കിൽ ഒരു പകുതി മുക്കാലായി കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി പുക വലിക്കുക, അല്ലെങ്കിൽ ഒരു മുക്കാലായി കഴിയുമ്പോൾ ഇറങ്ങി ടൗണിലേക്ക് പോവുക, ഇറങ്ങി ചായക്കടയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇറങ്ങി മറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി പോവുക. നന്നല്ല സഹോദരങ്ങളെ, നന്നല്ല. അത് ചെയ്യരുത്. നീ നിന്റെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയിട്ട് ഈ കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന കാർമ്മികൻ, ആ മീറ്റിങ്ങിന്റെ അധ്യക്ഷൻ ആ ഒരു സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ ദേവാലയത്തിൽ പ്രാർത്ഥനകൾ പൂർത്തിയാക്കി പ്രാർത്ഥന നിർഭരരായിരിക്കുക. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം വെച്ചിട്ടുള്ള വിശേഷമായ ഒരു വഴിയാണ് ദേവാലയവും ദേവാലയ കർമ്മങ്ങളും. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ ദൈവ പൈതലേ, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടേതായ കൂട്ടുകാരുണ്ട്, നമ്മുടേതായ ഓഫീസുകളുണ്ട്, നമ്മുടേതായ ആ ലെവലിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഓരോ സർക്കിളുകളുണ്ട്. അവർ നമ്മളോട് പറഞ്ഞ പല ഉപദേശങ്ങളും ഒരുപക്ഷെ ദൈവവചന പ്രകാരമുള്ളതായിരിക്കണമെന്നില്ല. അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കള പോലെ വീണ് കിടക്കുകയാണ്. അത് ഇഞ്ചമുള്ളു പോലെ വളർന്ന് പടർന്ന് ഇപ്പം നമ്മുടെ മനസ്സിൽ അതെല്ലാം കിടക്കുന്നത് കൊണ്ട് നമുക്ക് നേരായ വഴിക്ക് പോകാൻ പറ്റുന്നില്ല. നമുക്ക് ദൈവവചന മാർഗ്ഗേ നടക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഇരുട്ടിൻ്റെയും ലോകവക്ര വഴികളിലൂടെയൊക്കെ നടക്കാൻ വേണ്ടി ബാത്തും പരിങ്ങും ചാഞ്ഞും ചെരിഞ്ഞെല്ലാം പോകുന്ന രീതിയായിരിക്കാം. അതെല്ലാം മാറി നമുക്കൊരു തെളിഞ്ഞ ഹൃദയം ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത്. ഒരു പക്ഷേ നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, കണ്ടിട്ടുള്ള സിനിമകൾ, നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോടും പള്ളിയോടും ദേവാലയ അധികാരികളോടൊക്കെ ബന്ധപ്പെട്ട് പല കുറവുകളും കണ്ടു. പല കാലങ്ങളിലായി ദൈവത്തിൻ്റെ ഈ കാര്യങ്ങളിൽ നമ്മൾ അകറ്റിക്കളയുന്ന വിധം സാത്താൻ പലതും കാണിച്ചും കേൾപ്പിച്ചും ഇന്ന് നമ്മുടെ ഹൃദയത്തെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ അന്ധകാര പീഡയൊന്ന് ഛിന്നഭിന്നമായി പോകണം. ആ കോട്ടയൊന്ന് തകരണം. ജെറീക്കോ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന ഏതെങ്കിലും പ്രതികൂല കോട്ടകളുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ച് അത് ഇടിമിന്നൽ പോലെ ദൈവശക്തി ഇറങ്ങി ഛിന്നഭിന്നമായി പോകണം. അതിനുവേണ്ടി ആഗ്രഹിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് ഇടപെടും. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പള്ളി പോകാത്തവരോ
ഈ ദേവാലയ കർമ്മങ്ങളിൽ ബോധ്യമില്ലാത്തവരോ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഇപ്പോൾ വിശ്വാസം കൊണ്ട് സമർപ്പിക്കുക. ഇപ്പോൾ ഒരു പക്ഷേ നീ അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ തളരരുത്, മടുക്കരുത്. നമ്മുടെ കുറ്റം കൊണ്ടല്ല, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ആയിത്തീർന്നതാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ ദൈവമേ, ഇപ്പോൾ ഇടിമിന്നൽ പോലെ അങ്ങനെ ശക്തി വ്യാപരിക്കട്ടെ. ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും കാലങ്ങളായി പീഡിപ്പിക്കുന്ന അന്ധകാര പീഡകളെ, നാരകീയ സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ യേശു നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരങ്ങളും ആധിപത്യങ്ങളും യേശു നാമത്തിൽ ഛിന്നഭിന്നമായി പോകട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് അടിമ ചങ്ങലാടിയട്ടെ, തിരുരക്ത അടിമ ചങ്ങലാടിയട്ടെ. ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു, നരകത്തിൽ പോകൂ, യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകുക, അന്ധകാര കൂപത്തിലേക്ക് നിമജ്ജിക്കുക. പോകൂ, ഞാനുമെന്റെ യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതുമാണ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓരോ കുടുംബങ്ങൾക്ക് കൃപാവര ശക്തി നിറയട്ടെ, അഭിഷേകത്തിന്റെ ശക്തി നിറയട്ടെ, വിടുതലിന്റെ ശക്തി നിറയട്ടെ, അന്ധകാരങ്ങൾ തകരട്ടെ, കൃപാവര അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ, തെളിഞ്ഞ കൃപ ലഭിക്കട്ടെ, നേർബുദ്ധി ഉണ്ടാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയുടെ നാമം ഉറക്കെ വിളിക്കുക. ഈശോയെ അധിപതിയായി വരണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയെ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, യേശുവേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കരങ്ങളടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഓരോ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ. ആരാധന, 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 ആരാധന. കർത്താവെ സ്പർശിക്കണമേ, ഓരോ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവെ, ഓരോ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 30-ാം തിരുലിഖിതം. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവിൻ.
പുറപ്പാടിൻ്റെ പുസ്തകം 20:24. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Thunder of God. തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ. തിരുഭോജ്യമായി സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ. മനസ്സിൻ്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയുന്നിതാ. കരുണ തുളുമ്പുമീ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളി